നമസ്കാരം. മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു IPL സീസണിനാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് സാക്ഷ്യം വഹിച്ചത്. സമീപകാലത്തെ സീസണുകളിൽ ഒന്നുമില്ലാത്ത വിധം ടീം തകർന്നടിയുന്ന കാഴ്ചയാണ് ഈ സീസണിൽ കാണാനായത്. സഞ്ജു സാംസന്റെ പരുക്കും പകരം ക്യാപ്റ്റന്റെ വരവും കോച്ച് ദ്രാവിഡിന്റെ മണ്ടൻ തീരുമാനങ്ങളുമെല്ലാം രാജസ്ഥാന് ഈ സീസണിൽ വിനയായി. ചൊവ്വാഴ്ച നടന്ന അവസാന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി 14 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി സീസൺ അവസാനിപ്പിച്ചു. ക്യാപ്റ്റൻ സഞ്ജു സാംസണും പരിശീലകൻ രാഹുൽ ദ്രാവിഡും ഇത് പരാജയപ്പെട്ട സീസണാണെന്ന് സമ്മതിക്കുകയും ടീം അടുത്ത സീസണായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ടീമിനുള്ളിൽ ധാരാളം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. 2025 IPL മെഗാ ലേലത്തിന് ശേഷം തന്നെ ആരാധകർ രാജസ്ഥാൻ മാനേജ്മെന്റിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചഹൽ, ട്രെന്റ് ബോൾട്ട് എന്നീ മാച്ച് വിന്നർമാരെ വിട്ടയച്ച മാനേജ്മെന്റിന്റെ തീരുമാനം ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു. ഈ ലേലതന്ത്രം ഈ സീസണിൽ ഫലിച്ചില്ല. എന്നിരുന്നാലും പ്രഥമ ചാമ്പ്യന്മാർക്കായി ചില താരങ്ങൾ ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും കാണാതിരിക്കാനാകില്ല. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. രാജസ്ഥാൻ റോയൽസിനായി ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരിൽ ഒരാളാണ് വൈഭവ് സൂര്യവംശി. മെഗാ ലേലത്തിൽ 1.1 കോടി രൂപയ്ക്ക് വാങ്ങിയ 14 വയസ്സുകാരൻ ടൂർണമെന്റിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്ലേയിങ് 11ന്റെ ഭാഗമായിരുന്നില്ല. എന്നിരുന്നാലും സഞ്ജു സാംസന്റെ പരിക്ക് വൈഭവിന് തുണയായി. ലഭിച്ച അവസരം വൈഭവ് മുതലെടുക്കുകയും ചെയ്തു. GTക്കെതിരായ മത്സരത്തിൽ തന്റെ പ്രായത്തിന്റെ ഇരട്ടി പ്രായമുള്ള മികച്ച ബോളർമാർക്കെതിരെ IPL ചരിത്രത്തിലെ നടന്ന ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയാണ് വൈഭവ് തന്റെ വരവറിയിച്ചത്. 1 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും അടക്കം 7 ഇന്നിംഗ്സുകളിൽ നിന്ന് 252 റൺസാണ് താരം നേടിയത്. 36 റൺസ് ബാറ്റിംഗ് ശരാശരിയിലാണ് വൈഭവിന്റെ പ്രകടനം. ആർച്ചർ എത്രത്തോളം മാരകമായ ആയുധമാണ് എന്ന് ആരെയും ഓർമ്മിപ്പിക്കേണ്ടതില്ല. ഈ സീസണിൽ പ്രതീക്ഷകൾക്ക് അനുസൃതമായി തന്നെ പ്രകടനം നടത്തി. മെഗാലേലത്തിൽ 12.50 കോടി രൂപയ്ക്കാണ് RR പരിചയസമ്പന്നനായ താരത്തെ സ്വന്തമാക്കിയത്. എന്നാൽ ആദ്യ മത്സരത്തിൽ ഒരു RR ബൗളർ വഴങ്ങിയ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡോടെയാണ് ആർച്ചർ പന്തെറിഞ്ഞത്. അദ്ദേഹത്തിന് ഏറ്റവും മോശം തുടക്കമാണ് ഈ സീസണിൽ ലഭിച്ചത്. എന്നിരുന്നാലും വലം കയ്യൻ ഫോമിലേക്ക് മടങ്ങിയെത്തി. ഈ സീസണിൽ 12 ഇന്നിംഗ്സുകളിൽ നിന്ന് 11 വിക്കറ്റുകളും 10ൽ താഴെ ഇക്കണോമിയും ലഭിച്ചു. വരും സീസണിൽ ആകാശ് മത്വാളിനെ നിലനിർത്തുകയും അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും മികച്ചത് പുറത്തെടുക്കുകയും ചെയ്യുക എന്നതാണ് RRനുള്ള മറ്റൊരു മികച്ച ഓപ്ഷൻ. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ബൗളിംഗ് ആക്രമണത്തിന് മുംബൈയിൽ നേതൃത്വം നൽകിയ ആകാശ് ഒരു ബൗളർ എന്ന നിലയിൽ തന്റെ കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും മത്വാളിനെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരാൻ RR വൈകിയിട്ടുണ്ട്. അപ്പോഴേക്കും ടീമിന് ധാരാളം നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. 1.2 കോടിക്ക് വാങ്ങിയ ആകാശ് ഈ സീസണിൽ 4 മത്സരങ്ങൾ കളിക്കുകയും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 3 വിക്കറ്റ് നേട്ടം ഉൾപ്പെടെ 4 വിക്കറ്റുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്.